നമ്മളൊക്കെ ഈ ഭൂമിയിൽ എത്ര നിസ്സഹായരാണെന്നും എത്ര നിസ്സാരക്കാരാണെന്നും വിധിക്ക് മുന്നിൽ പകച്ചു നിന്നുകൊണ്ട് ഉറക്കെ കരയാൻ പോലും പറ്റാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ നമ്മൾ കൈകൂപ്പി നിന്നുകൊണ്ട് വിധിയെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു നിമിഷം എല്ലാവർക്കും ജീവിതത്തിലുണ്ടാവും. സുഗതകുമാരി ടീച്ചർ ഒരു കഥ പറയും. പണ്ട് ശ്രീരാമകൃഷ്ണൻ പരമഹംസർ പറഞ്ഞു അത്രേ, രാമലക്ഷ്മണന്മാർ കാട്ടിലിങ്ങനെ വനവാസ കാലത്ത് സഞ്ചരിക്കുമ്പോൾ അവരിങ്ങനെ തളർച്ച തോന്നി ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കും. ഇരിക്കുന്ന സമയത്ത് രാമൻ അദ്ദേഹത്തിന്റെ വില്ലൊരു കുഴിയിലേക്ക് അങ്ങ് ഇറക്കി വെക്കും. കുറെ കഴിഞ്ഞ് വിശപ്പും ദാഹവും ഒക്കെ മാറ്റി വിശ്രമിച്ചവർ എഴുന്നേൽക്കുമ്പോൾ കുഴിയിൽ നിന്ന് ആ വില്ല് പതുക്കെ ഊരിയെടുക്കും. ആ വില്ലിന്റെ കൂർപ്പിൽ ഒരു തവള കിടന്ന് പെടയുന്നുണ്ടാവും. അത് കരയുന്നു പോലുമില്ല. രാമൻ സഹതാപത്തോട് ചോദിക്കും, അല്ലയോ പാവമ്മേ, നിനക്കൊന്ന് ഉറക്കെ കരയാമായിരുന്നില്ലേ? അപ്പൊ ആ തവള പറയും, ചെറുപ്പത്തിൽ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ രാമരാമ എന്ന് വിളിച്ച് കരയാൻ. രാമൻ തന്നെ വില്ല് കുത്തി ഇറക്കുമ്പോൾ ഞാൻ ആരെ വിളിച്ച് കരയുമെന്ന് ആ തവള ചോദിക്കും. അതുപോലെ മനുഷ്യർ നിസ്സഹായരായി പോകുന്ന ഓരോ നിമിഷങ്ങളും ഉണ്ടാവും. അതിനെ അതിജീവിക്കാനുള്ള കരുത്താണ് നമുക്കുണ്ടാവേണ്ടത്.